നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനിയും പുള്ളിക്കാരൻ അതിന് ശ്രമിച്ച വേറെ ഏതെങ്കിലും ഒരുത്തി വന്ന് പിന്നെയും പറ്റിച്ചിട്ട് പോവും. വക്കീലിനെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് അമ്മയ്ക്കാ. അതുകൊണ്ട് വക്കീലിന് പറ്റിയൊരു പെണ്ണിനെ അമ്മ തന്നെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് വക്കീലിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി കെട്ടടാ താലി എന്ന് പറയണം. വക്കീല് മറുത്തൊന്നും പറയാതെ താലി കെട്ടും. അതെനിക്ക് ഉറപ്പാ. പിന്നെ അവരൊരുമിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞോളും. വക്കീല് അവളെ പൊന്നുപോലെ നോക്കും. അങ്ങനെ ഒരാളെ ഭർത്താവായി കിട്ടിയ മോള് വേണ്ടെന്ന് വെക്കുവോ? ദേ പിന്നെയും നമ്മള് വക്കീലിന്റെ കാര്യല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നേ. എനിക്ക് കല്യാണം കഴിക്കാൻ ഇനിയും സമയം കിടക്കുന്നുണ്ട്. എനിക്ക് കുറെ പഠിക്കണം, ജോലി വാങ്ങണം, പിന്നെ ആ ശമ്പളം കൊണ്ട് കുറെ അടിച്ചു പൊളിക്കണം. ഇതിനൊക്കെ ഇടയില് എന്റെ മനസ്സിനെ പിടിച്ചൊരാളെ കാണാൻ കഴിഞ്ഞാ അയാൾക്ക് എന്നെയും ഇഷ്ടമാണെങ്കിൽ അപ്പൊ ഞാൻ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കും. അങ്ങനെ ഒരാളെ മോള് കണ്ടുമുട്ടാൻ അധിക സമയമൊന്നും എടുക്കില്ല. എന്റെ മനസ്സിന് പിടിച്ച ആളുകൾ വളരെ കുറവാ അമ്മേ. ഇത്രയും കാലത്തിനിടയില് ഞാൻ കണ്ടുമുട്ടിയതിൽ അങ്ങനെ ഒരാളെ ഉള്ളൂ. എന്നിട്ട് അയാൾക്ക് പ്രേമൊന്നും സെറ്റാവില്ല എന്ന് പറഞ്ഞു. അതാരാ നിന്നെ വേണ്ടെന്ന് പറഞ്ഞ മണ്ടൻ? അയാള് മണ്ടനൊന്നുമല്ല, ഒരു പാവം. അങ്ങനെയാ പ്രേമൊന്നും വേണ്ടാന്ന് വെച്ച് പഠിപ്പിൽ ശ്രദ്ധിക്കാന്ന് ഞാൻ തീരുമാനിച്ചത്. അത് നന്നായി. നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയില്ലേ? മോള് പ്രതീക്ഷ കൈവിടരുത്. ചിലപ്പോ മോക്ക് പറ്റിയ ഒരാളെ അധികം വൈകാതെ മോള് കണ്ടെത്തും. എടാ, ഞാനൊരു കാര്യം ചോദിച്ചാലേ സത്യസന്ധമായ ഉത്തരം പറയണം. എന്താ? നിനക്ക് മഹിമയെ ഇഷ്ടമാണോ? നീ എന്തൊക്കെയാ പറയുന്നേ?